ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് റഹീം. MLA സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടുണ്ട്. യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ബസ് ഡിപ്പോയിലേക്ക് കൊണ്ടുപോകാനാണ് ആവശ്യപ്പെട്ടത് എന്നുമാണ് റഹീം വിശദീകരിക്കുന്നത്. സംഭവത്തിനിടെ ഡ്രൈവർ തന്നെ വിളിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. ഇയാള് ഈ കണ്ടക്ടറിനെ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടക്ടറിനെ വിളിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇവളുടെ മെൻ്റൽ ട്രോമ മനസ്സിലായി. അപ്പം ഞാൻ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാതെയാണ് ഇയാളെന്നെ വിളിച്ചത്. അർദ്ധരാത്രിയിൽ ഒരാൾ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ വിളിച്ച് ഈ കാര്യം അവരോട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പോൾ ആര്യപ്പോഴത്തന്നെ എന്നോട് പറഞ്ഞു, ഞാനത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും, ഞാനത് വിടില്ല, ഞാനതിൽ വിക്റ്റിമാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിന്നാൽ മതി. ഈ കണ്ടക്ടറിനോട് നമ്പർ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നൊരു വിരോധമുണ്ട്, ഒരു കുഴപ്പമില്ല, കൊടുത്തോളുന്നു. ഇതാണ് സംഭവിച്ചത്. എന്നാൽ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പച്ചക്കള്ളം കൂടി ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. രശ്മി കാർത്തിക കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. രശ്മി, എന്തൊക്കെയാണ് റഹീമിന്റെ വാദങ്ങൾ? അനു, ഇപ്പോൾ മേയറെ ന്യായീകരിക്കാൻ വേണ്ടി റഹീം, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും MPയുമായ റഹീം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മേയറെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് സച്ചിൻ ദേവ് MLA ആണ്. ഈ ഡ്രൈവറായിരുന്ന KSRTC ഡ്രൈവറായിരുന്ന യദു കൃഷ്ണൻ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഈ സച്ചിൻ ദേവ് MLA KSRTC ബസ്സിലേക്ക് കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടു, ബസ്സിൽ അടിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഡ്രൈവർ യദു കൃഷ്ണൻ പറയുന്നത്. എന്നാൽ ഇത് മേയർ ആര്യ രാജേന്ദ്രൻ സമ്മതിച്ചിരുന്നില്ല. മേയർ പോലും സമ്മതിക്കാത്തൊരു കാര്യമാണ് റഹീം ഇപ്പോൾ തുറന്നു പറയുന്നത്. ഈ സച്ചിൻ ദേവ് MLA ബസ്സിനകത്തേക്ക് കയറിയിരുന്നു. ബസ്സിൽ കയറിയതിനു ശേഷം KSRTC ഡിപ്പോയിലേക്ക് ബസ് എടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയതെന്നുള്ളത്. ഈ KSRTC ബസ് തടഞ്ഞു നിർത്താനോ ആ ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിടുകയോ ചെയ്യുന്നത് നിയമലംഘനമാണ് എന്നിരിക്കെ അത് തെളിയിക്കപ്പെട്ടാൽ സച്ചിൻ ദേവ് MLAക്കെതിരെ കേസെടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടതിലെ ദുരൂഹതയും നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടി റഹീമിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഒരു വിഷയം തെളിയിക്കാൻ പറ്റുന്ന ഏക തെളിവാണ് ഈ മെമ്മറി കാർഡ്. ഇത് കഴിഞ്ഞ ദിവസം പോലീസ് എത്തി പരിശോധിച്ച വേളയിൽ ഈ മെമ്മറി കാർഡ് അപ്രത്യക്ഷതമായിരുന്നു. ഈ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഈ CCTV ക്യാമറയും ഉൾപ്പെടെ പരിശോധിക്കാൻ പോലീസ് എത്തുന്നത്. മാത്രമല്ല, ആ CCTV ക്യാമറ പരിശോധിക്കാൻ പോലീസും തയ്യാറായില്ല. മാത്രമല്ല, അത്തരത്തിലുള്ളൊരു നിർദ്ദേശം KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഇത്തരം നടപടികളിലേക്കൊക്കെ കടന്നത്. ഈ മെമ്മറി കാർഡ് കാണാതായതിലെ ദുരൂഹത നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഏതായാലും യദു കൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം കൂടി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അതായത് ബസ്സിൽ MLA കയറി എന്നുള്ള കാര്യം റഹീം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു ആരോപണം കൂടിയുണ്ട്. ഈ KSRTC ഡ്രൈവറായ യദു കൃഷ്ണൻ റഹീമിനെ വിളിച്ചിരുന്നു എന്നുകൂടി ഏതായാലും റഹീം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വെട്ടിലായിരിക്കുന്നത് സച്ചിൻ ദേവ് MLA ആണ്. ഡ്രൈവറുടെ ഒരു വാദം കൂടി ഇവിടെ തെളിയുകയാണ്. അത് മേയർ പോലും സമ്മതിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ റഹീം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അനു, തീർച്ചയായും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.